കൊട്ടാരക്കര നീലേശ്വരത്തെ ടിപ്പർ അപകടത്തിന്റെ ഞെട്ടലാണ് നാടൊന്നാകെ. നാസിം എന്ന ഡ്രൈവറുടെ അലക്ഷ്യമായ ഡ്രൈവിംഗിൽ പൊലിഞ്ഞത് 3 ജീവനുകളാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് പരിക്കേറ്റവരിൽ ചിലർ. അപകട സ്ഥലത്തു നിന്നും മനോജ് ചേരുന്നു. മനോജ്, എന്താണ് അവിടുത്തെ അവസ്ഥ? ഇന്ന് രാവിലെയാണ് അപ്രതീക്ഷിതമായി കൊട്ടാരക്കര നീലേശ്വരത്തിനടുത്ത് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. അതായത് ഒരു ടിപ്പർ ലോറി അതിൽ മണ്ണുമായി എത്തുകയും അമിത വേഗതയെ തുടർന്ന് നിയന്ത്രണം നഷ്ടമായി ഈ കുട്ടികൾ, ബസ് കാത്തു നിന്ന കുട്ടികൾക്കും അതോടൊപ്പം തന്നെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, അവിടേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പിന്നീട് ആ ടിപ്പർ ലോറി മറിഞ്ഞ് 3 പേർക്കാണ് ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത്. അതിലൊരു 15-കാരനുണ്ട്, പാർത്ഥിവൻ, അതോടൊപ്പം തന്നെ 2 മുതിർന്നവരുണ്ട്. എന്തായാലും ഈ മറിഞ്ഞു വീണ ലോറി ഓടിച്ചിട്ടിരുന്ന ഈ ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനയിൽ ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് അടക്കം ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ വാഹനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരിടത്ത് മറിഞ്ഞതായും, അതായത് കൊല്ലം മുളവനയിൽ മറിഞ്ഞതായും വിവരമുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ ഇത് ആദ്യമായല്ല, നേരത്തെയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ വാഹനം. അതിനുശേഷമാണ് എന്തായാലും ഗൾഫിൽ നിന്ന് ഒരു മാസം മുൻപ് വന്ന നിസാമാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. ഡ്രൈവറുടെ അലക്ഷ്യമായിട്ടുള്ള ഈ ഒരു ഡ്രൈവിംഗ് തന്നെയാണ് അപകടത്തിന് കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അടക്കം പറയുന്നുണ്ട്. എന്തായാലും ഒരുപാട് പേരുണ്ട് ഈ ഞെട്ടൽ മാറാത്ത. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഉള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നവരാണ്. അതായത് ഇവരൊക്കെ രാവിലെ ട്യൂഷന് പോകുവാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിയ കുട്ടികളാണ്. ഈ കുട്ടികൾ ഉണ്ടായിരിക്കുകയാണ് ഈ വാഹനം പാഞ്ഞ് ഇവിടേക്ക് എത്തുന്നത്. തുടർന്ന് അപകടം സംഭവിക്കുന്നു. ഇവരൊക്കെ തലനാരിഴയ്ക്കാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത്. എന്തായാലും ഇവരുടെയൊക്കെ പരിചയത്തിലുള്ള ആളുകൾ കൂടെയാണ് ഈ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നതും അതോടൊപ്പം തന്നെ മരിച്ചവരുമൊക്കെ. എന്തായാലും കുട്ടികൾക്ക് ഒരു ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. രാവിലെ ട്യൂഷന് പോകാൻ വേണ്ടി വന്നതാണ് അല്ലേ? അപ്പോൾ വണ്ടി ഇങ്ങോട്ട് വരുന്ന കണ്ട് നിങ്ങൾ ഓടി മാറിയോ? ഞാനൊരു ഹോംവർക്ക് എന്ന ടീമിനെ വിളിച്ച് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നതും ആ ലോറി അവിടുന്ന് സ്പീഡ് ഒന്നങ്ങ് മറിഞ്ഞ്, ബുള്ളറ്റിനെ ഇടിച്ചങ്ങ് മറിഞ്ഞ്. വണ്ടി ബ്രേക്ക് പിടിച്ചില്ല, സ്പീഡിലാണ് വന്നത്. സ്പീഡ് വന്ന് വണ്ടിയൊക്കെ തിരിച്ചപ്പം മളഞ്ഞ് ചരിഞ്ഞ് വീണ്. പരിചയക്കാരാണ് ഉണ്ടായിരുന്നത്? കണ്ടുപിടിച്ചോളൂ, അല്ലാതെ അറിയത്തില്ല. നിങ്ങൾ രാവിലെ അവിടെ നിന്ന് എത്ര പേരുണ്ടല്ലോ? ഇവരൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങളുണ്ട്. അപ്പം ഈ നേരത്തെ ഇവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്? അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പം നിങ്ങളെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചോ? അവരൊക്കെ ഓടി വന്നോ വീട്ടിൽ? വന്നു. അമ്മ വന്നായിരുന്നു, അമ്മയും ചേട്ടനും. അപ്പോൾ ഈ കുട്ടികളുടെ ഈ പ്രതികരണം നമുക്ക് മനസ്സിലാകും. സ്വാഭാവികമായും അവരൊക്കെ രാവിലെ പഠിക്കാൻ വേണ്ടി എത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. അതിന് കണ്ടതിൻ്റെ ആ ഒരു ഞെട്ടൽ അവരുടെ മുഖത്തു നിന്നും മാറിയിട്ടില്ല. കാരണം ഈ ഒരു വലിയൊരു വാഹനമാണ് ടിപ്പർ ലോറി, ഇങ്ങനെ വന്ന് സ്പീഡിൽ വന്ന് മറിയുമ്പോഴുണ്ടാകുന്ന ഒരു ആഘാതം, ആ മതിലൊക്കെ ഇടിഞ്ഞ് അതോടൊപ്പം തന്നെ ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ്. എന്തായാലും ഇതിന് സമീപം മറ്റ് ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പായി ഒരു ബസ് വന്നിരുന്നതാണ്. അതായത് ഈ വണ്ടി വരുന്നതിന് മുമ്പ് ഒരു ബസ്സിൽ കുറച്ച് പേര് കയറി പോയായിരുന്നോ? കുട്ടികളൊക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ടോ? വരുന്നതിന് മുന്നേ ആൾക്കാർ കയറി നിൽക്കുന്ന വഴി അപ്പം മേലെന്ന് ബസ്സിന്ന് താമസിച്ച് 7:10 വരേണ്ടത് 7:15 കഴിഞ്ഞിട്ട് വന്നേ. രണ്ട് വാഹനം, അതായത് ഇവിടുന്ന് ഒരു ബസ് വരുന്നുണ്ട്, അവിടുന്ന് ഒരു ബസ്സുണ്ട്. ആ ടൈമിങ്ങിൽ ഒരു ബസ് എന്ന് പറയുന്നത് കുറച്ച് ലേറ്റായി പോയി. ആ ലേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് കുറച്ചും കൂടെ അവിടെ നിൽക്കേണ്ടത് വന്നത്. ആ വണ്ടി ഇച്ചിരി കൂടെ നേരത്തെ വന്നാലും ഇവരെല്ലാം അതിനകത്ത് കയറി പോയേനെ. അപ്പോൾ ഒരു അച്ഛനും മോളും കൂടെ സ്ഥിരമായിട്ട് പോകുന്നത് ഇവിടുന്ന് വരുന്നത്. അപ്പം അച്ഛൻ വന്നിട്ട് കാത്തിരിക്കുന്ന സമയത്താണ് ഈ മോള് വാഹനം വരുന്നത് കണ്ടുകൊണ്ട് ഓടിക്കളഞ്ഞ്. ഇപ്പോൾ തൊട്ട് താഴെ മെക്കാനിക്ക് പുള്ളി മരിച്ചത്. പിന്നെ നമ്മുടെ ഒരു സഹപ്രവർത്തനുണ്ട്, ഹരിലാൽ സാർ എന്ന് പറഞ്ഞ്. അപ്പോൾ അധ്യാപനം സ്പെൻസറി പഠിപ്പിക്കുന്ന അധ്യാപനം, അതുപോലെ ട്യൂഷൻ ഫീൽഡിൽ നിൽക്കുന്ന ഒരു അധ്യാപനമാണ്. പുള്ളി എൻഫീൽഡിലാണ് വന്നതെങ്കിൽ പുള്ളി വളരെ കാമാൻ ക്വയറ്റായിട്ടുള്ള ആളാണ്. അതുമാത്രമല്ല വലിയ സ്പീഡിലൊന്നും ഓടിക്കുന്ന ആളല്ല, വളരെ പക്വതമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. അപ്പം ഈ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അമിത വേഗത തന്നെയാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു ബൈ റൂട്ടിൽ നിന്ന് ഒരു മെയിൻ റോഡിലേക്ക് വന്ന് കയറുന്ന സമയത്ത് കുറച്ചും കൂടെ അലർട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വലിയൊരു അപകടം
ഉണ്ടാവാതിരിക്കുകയായിരുന്നു. അതാണ് പ്രശ്നമായി പോയത്. തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഈ വാഹനം നമ്മൾ പരിശോധിക്കുമ്പോൾ വാഹനത്തിൻ്റെ പുറകിലത്തെ ടയർ അതിലെ ഗ്രിപ്പൊക്കെ തന്നെ പോയിരിക്കുന്നു. എന്തായാലും ഫിറ്റ്നസ്സൊക്കെ നൽകുമ്പോൾ ഈ വാഹനത്തിന് ടയറും എല്ലാം പരിശോധിച്ചാണ് ഉദ്യോഗസ്ഥർ ഇതൊക്കെ നൽകുന്നത്. പക്ഷേ എങ്കിൽ പോലും ആ വാഹനത്തിൻ്റെ ടയർ മാറ്റേണ്ടതായിട്ട് കാലങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ടിട്ട് ആ വാഹനത്തിന് പിന്നീട് ബ്രേക്ക് കിട്ടുന്നില്ല, നിയന്ത്രണം നഷ്ടമാകുന്നു, പിന്നീട് അമിത വേഗത കാരണം ഈ അപകടം സംഭവിക്കുന്നു, 3 ജീവനുകൾ നഷ്ടമാകുന്നു. അതിൻ്റെ ഒരു ഞെട്ടലിലാണ് ഈ നാടൊന്നാകെ തന്നെ. എന്തായാലും അവരൊക്കെ പറയുന്നത് വെച്ച് ഈ ലോറി ഡ്രൈവറുടെ അനാസ്ഥയും അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ പ്രശ്നങ്ങളുമൊക്കെയാണ് ഈ ഒരു വലിയൊരു അപകടത്തിന് കാരണമായത്. പോലീസ് അതിൻ്റെ തുടർ നടപടികൾ ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ മരിച്ചവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. ചികിത്സയിലുള്ളവരിൽ കൗശിക്കിൻ്റെ നില അതീവ ഗുരുതരമാണ്. മറ്റുള്ളവരുടെയും 2 പേരുടെയും നിലയും ഗുരുതരമാണ്. എന്തായാലും ഇവരൊക്കെ ചികിത്സയിൽ കഴിയുകയാണ്. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ഈ നാടൊന്നാകെ. സംഭവസ്ഥലത്തു നിന്നും എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.